അപ്പോൾ ഞാൻ എന്താ രാവിലെ എണീറ്റുള്ളൂ. 7 മണി കഴിഞ്ഞു, 7:06. So this will be a progress video for day 1. ഞാൻ ഇന്നും രാവിലെ ഉണക്കമുന്തിരിയും ബദാമും വെള്ളത്തിയിട്ടതായിട്ടാണ് തുടങ്ങാറ്. അതിപ്പോൾ 75 ആയിട്ട് തുടങ്ങിയതൊന്നുമല്ല, ഇത് ഞാൻ പണ്ടേ എപ്പോഴും ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ രാവിലെ ഉലുവയും ജീരകവും വെള്ളത്തിയിട്ടത് അല്ലെങ്കിൽ ചിയ സീഡ് ലെമൺ വാട്ടർ, ഇത് രണ്ടും ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ മാറി മാറി കുടിക്കാറുണ്ട്. സോ അടുത്തത് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതലാണ്. ഇത് ഭയങ്കര കമ്പൽസറി ആയിട്ട് ഞാൻ ഡെയിലി രാവിലെ ചെയ്യുന്നൊരു സാധനമാണ്. ദിസ് ഇസ് നോട്ട് റിലേറ്റഡ് ടു ദി 75 ഡേ ചലഞ്ച്. സോ ഇതാണ് എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ. ഞാൻ കുറച്ച് അധിക കാലമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. സോ നമ്മൾ രാവിലെ എണീക്കുമ്പോഴേ നമ്മുടെ ലൈഫിലെ 10 ബ്ലെസ്സിങ്സിനെ കൗണ്ട് ചെയ്യുക. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്ന് പറയാൻ ഞാൻ മാജിക് എന്ന് പറഞ്ഞൊരു ബുക്ക് വായിച്ചിട്ട് ഞാൻ തുടങ്ങിയതാണ്. സോ ഇത് ഞാൻ എല്ലാ ദിവസവും ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സോ എല്ലാ ദിവസവും രാവിലെ എണീക്കുക, 10 കാര്യങ്ങൾ ദാറ്റ് യു ആർ ഗ്രേറ്റ്ഫുൾ ഇൻ യുവർ ലൈഫ്. അപ്പോൾ എനിക്ക് ഇന്നലെ എന്താ പറയുക, ഞാൻ നല്ല ബിരിയാണി ഉണ്ടാക്കി ഇന്നലെ. സോ ഐ എം ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ മെയ്ഡ് ഗുഡ് പ്രോൺസ് ബിരിയാണി യെസ്റ്റർഡേ. സോ ലൈക്ക് എന്ത് സിമ്പിൾ കാര്യമോ ആവാം, ബട്ട് മേക്ക് ഷുവർ യു ആർ തിങ്കിങ് ഓഫ് all the good things that happen in your life right in the morning. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സിൻ്റെ കോൺസെപ്റ്റേ നമ്മൾ ഇപ്പോൾ ലൈഫിലുള്ള കാര്യങ്ങളുടെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇല്ലാത്ത കാര്യങ്ങളെ ഓർത്ത് പരിതപിക്കാതെ ഉള്ളതിൽ സന്തോഷം കണ്ടെത്തുക നോക്കുക, ചുറ്റുമുള്ള സ്ഥലങ്ങൾ കാണുക. രാവിലെ എണീറ്റ് ഓടാൻ പോകും എന്ന അതിഭയങ്കരമായ പ്ലാനൊക്കെയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത്ര ഞാനും ഉറങ്ങില്ല. സോ ഞാൻ ആ പ്ലാൻ ക്യാൻസൽ ചെയ്തു. നമുക്ക് രാവിലെ 45 മിനിറ്റ് നടക്കാം. വെറുതെ റെസ്റ്റ് എടുക്കാത്ത ബോഡിക്ക് ഓവർ വർക്ക് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്കെല്ലാം ഒരു മിനിമലിസ്റ്റായിട്ട് പോകുന്നതാണ് നല്ലത്. അപ്പോൾ അതാ കാണുന്ന പോലെ ഒരു പഴവൻ്റെ ഈന്തപ്പഴമൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഞാൻ നടക്കാനും ഓടാനൊക്കെ പോകുമ്പോൾ ഞാൻ അതിന് കുറച്ച് നേരം മുന്നായിട്ട് എന്തെങ്കിലും കഴിക്കാറുണ്ട്, ആ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്യാനും ഭയങ്കരമായിട്ട് ക്ഷണിച്ചു കൊണ്ടൊക്കെ ഇരിക്കാനായിട്ട്. നല്ല വെയിലുള്ള ദിവസമായിരുന്നു, ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഈ സൈഡിലേക്കൊക്കെ പോകുന്നത്. നല്ലൊരു പാർക്ക്, ഞാൻ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ എപ്പോഴും പോകാറുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ കഴിക്കണ്ട പൂവിനെയും പട്ടീൻ്റെയും അങ്ങനെ എല്ലാ സാധനങ്ങളുടെയൊക്കെ പുറകെ പയ്യെ ഇങ്ങനെ നടന്നു. പക്ഷെ രാവിലെ ഞാൻ ഫുൾ ഫ്രഷ് ഫീൽ വന്നു, ഹാപ്പിയായി ഞാൻ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ മാച്ച ചിയ പുഡിങ്. ഞാനിപ്പോൾ കുറച്ചായിട്ട് രാവിലെ ചിയ പുഡിങ് അല്ലെങ്കിൽ ഓവർനൈറ്റ് ഓട്സോ മാറിയാണ് കഴിക്കാറ്. അതിൻ്റെ അതിലേക്ക് എനിക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എൻ്റെ കയ്യിരിക്കുന്ന ഫ്രൂട്ട്സോ നട്ട്സോ സീഡ്സോ ഒക്കെ വരിപ്പെറുക്കിയിട്ട് കുറച്ചുകൂടെ അങ്ങോട്ട് ഫില്ലിങ് ആക്കും. കുറച്ചായി ഞാൻ ഇതിലേക്ക് കയറിയിട്ട്. പക്ഷെ ഞാനിപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. നേരത്തൊക്കെ ഞാൻ ഫുൾ ദോശയൊക്കെ ആയിരുന്നു. ദോശയൊന്നും കൊള്ളൂലെന്നല്ല, ഇത് ഭയങ്കര എളുപ്പമാണ്. സോ ഇപ്പോൾ 8:45 ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്ന് ജോലിക്ക് പോകാൻ റെഡിയായിട്ട് ഡ്രസ്സൊക്കെ മാറി വന്നിരിക്കുകയാണ്. സോ എൻ്റെ ഷിഫ്റ്റ് 10 മണിക്കാണ്, ഇപ്പോൾ 8:45. അപ്പോൾ എനിക്ക് ഒരു 10 മിനിറ്റ് നടക്കാനുള്ളൂ. സോ 9:50 ആകുമ്പോൾ ഇറങ്ങിയാൽ മതി. സോ 8:45 to 9:45 സ്ട്രേറ്റ് നമ്മൾ 1 മണിക്ക് പ്രോപ്പറായിട്ടിരുന്ന് കാലം കുറയുക ഈ ആപ്ലിക്കേഷൻ പരിപാടിയൊക്കെ തുടങ്ങിയിട്ട്. പക്ഷെ നമ്മളിത് നല്ല കര കാണും എന്നൊരു പ്രതീക്ഷയോടെ നമുക്കിതിൻ്റെ അവസാനമില്ലാണ്ട് അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കാം. എന്നാണ് നമ്മുടെ തലവര തിരിയുന്നതെന്ന് അറിയില്ലല്ലോ. ഇത് ഞാൻ പിന്നെ ഉച്ചയ്ക്ക് മുന്നേ ആയിട്ട് കുടിച്ച മഞ്ഞപ്പാൽ. പിന്നെ ഉച്ചയ്ക്ക് ചോറും സാൽമണും ചിക്കനും സാലഡ് പോലത്തെ സാധനമാണ്, ഏഷ്യൻ സ്ലോ എന്ന് പറയും, ഇതാണ് കഴിച്ചത്. ഇതാണ് ഞാൻ ഒരുമാതിരിപ്പെട്ട ദിവസമൊക്കെ കഴിക്കാറ്. ആഴ്ചയിൽ ഒരു 3-4 വട്ടം ഞാൻ ഇത് തന്നെ കഴിക്കുന്നത്. കാരണം ഒരു കമ്പാരിറ്റീവ്ലി ഹെൽത്തിയർ ഓപ്ഷനാണ് ഇവിടെ ഉള്ളതിൽ. മടുക്കുമെന്ന് ചോദിച്ചാൽ മടുക്കും, പിന്നെ വേറെ വഴിയില്ലല്ലോ. പിന്നെ എൻ്റെ അനിയത്തി അടുത്ത ദിവസം നാട്ടിൽ പോകും. അതുകൊണ്ട് ഷിഫ്റ്റ് കഴിഞ്ഞ് ഞാനും അവളും നാട്ടിൽ പോകാൻ മിഠായിയൊക്കെ മേടിക്കാൻ ഇറങ്ങി. കാഡ്ബറിയുടെ വലിയ പെട്ടി മിഠായി വറപ്പ് ഞങ്ങൾ ഇറങ്ങിയത് കാരണം ഞങ്ങൾ എല്ലാ കടയിലും കയറി ഇറങ്ങേണ്ടി വന്നു. പിന്നെ എനിക്ക് ചില്ലറ ചിക്കനും അതും ഇതൊക്കെ മേടിക്കേണ്ടായിരുന്നത് കാരണം ഞാനിതെല്ലാം കൂടെ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങ് നടത്തി. ഞങ്ങൾ കടകൾ മൊത്തം കയറി ഇറങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഇവക്ക് പിസ്സ വേണം, ഇവക്ക് ഡോണറ്റ് വേണം. ഞാൻ പിന്നെ കഷ്ടകാലത്തിന് 75 ഹാർട്ട് തുടങ്ങിപ്പോയതുകൊണ്ട് ഇവർ കഴിക്കുന്നത് കണ്ടുകൊണ്ട് നടക്കുക, അല്ലാണ്ട് വേറെ വഴിയില്ല. അഗെയിൻ ഹെൽപ്ലെസ്നെസ്. ലാസ്റ്റ് ഞങ്ങൾ ടെസ്കോയിൽ നിന്നാണ് ഈ വലിയ ഡബ്ബ വേണ്ടത്. പിന്നെ അതൊക്കെ ചുമന്നുകൊണ്ട് എങ്ങനെ വീട്ടിൽ പോകുന്നതൊക്കെ ഞങ്ങൾ കുറേ ആലോചിച്ചു. പിന്നെ ചുമക്കാം എന്ന് വിചാരിച്ചു. പിന്നെ ഇവൾ പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസമായി, 2-3 ദിവസമായി. എന്നിട്ട് ഞാൻ ഇന്നാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ഇപ്പം എനിക്ക് മനസ്സിലായി ഇത് തുടങ്ങിയത് നന്നായി. കാരണം ഇവിടെ മിസ് ചെയ്യാനോ അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോയില്ലല്ലോ എന്ന് മിസ് ചെയ്യാനൊന്നും എനിക്ക് സമയം കിട്ടുന്നില്ല. ഭയങ്കര ബിസിയായി, ഭയങ്കര എൻഗേജ്ഡായിപ്പോയി. സോ ഒരു നല്ല സമയം ഇത് തുടങ്ങാൻ. അപ്പോൾ വാങ്ങലും പിടിക്കലും ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. സോ ഇപ്പോൾ 6:25. ഇനി 7:75 വരെ സ്ട്രേറ്റ് ഇന്ന് കുറച്ചുകൂടെ ജോലിക്ക് അപ്ലൈ ചെയ്യണം. 1 മണിക്കൂർ പ്രോപ്പറായിട്ട് പണിയെടുക്കണം. ഇന്നൊരു സിനിമക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്, അത് റെഡി കാണാൻ പോവാം. സോ ഞാനും അനിയത്തിയും കൂടെ 7 കഴിയുമ്പോൾ ഇവിടുന്ന് സിനിമക്ക് പോകും. പിന്നെ പോയി വന്നു കഴിഞ്ഞ് എനിക്ക് ആകെ ഒറ്റ ക്ലിപ്പുകളുണ്ട് അതിൽ. ഇതാണ് എൻ്റെ സെക്കൻഡ് വർക്കൗട്ട് ഓഫ് ദ ഡേ. സൂര്യ നമസ്കാരം ചെയ്യണം 108 തവണ. ആൻഡ് ഞാൻ യൂട്യൂബിലൊരു വീഡിയോ പ്ലേ ചെയ്ത് അതിൻ്റെ ഒപ്പം ചെയ്തു പോകാൻ നോർമലി ചെയ്യാറ്.
ഇത് ചെയ്ത് കഴിയാൻ 45 മിനിറ്റൊക്കെ കുറച്ചും കൂടെ ഉള്ളൂ. സോ ഇത് നമുക്ക് പെർഫെക്റ്റ് ആണ്. ആൻഡ് ഇത് കഴിഞ്ഞ് കുളിച്ചു, നാളത്തേക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചു, പയ്യെ കിടന്നു. കാരണം ഇപ്പോഴേക്കും തന്നെ ഓൾമോസ്റ്റ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ.